എന്നോട് കുട്ട കുനിഞ്ഞിരുന്ന തടവാണോ നീ? കാട്ടുമുപ്പ അങ്ങ് മാറി നിന്ന് ഇവിടെ എന്താ പരിപാടി മക്കളെ? നിന്ന് മൊഴിയാതെ ചന്തി കുത്തിരിമയിര്. ഹേ കൊച്ചുഫുണ്ടകളെ, നമുക്ക് ആരംഭിച്ചാലോ? ഇതാണ് നിങ്ങളുടെ തന്തപ്പൊടി അങ്ങേര് തെക്കൊടുക്കുന്നതിന് മുന്നേ എഴുതി വെച്ച വിൽപ്പത്രം. എന്നാ വായിക്കും ലൂസിപ്പന്നെ. ഫസ്റ്റ് പേജ്. എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കൂ. അയ്യോ, പേപ്പർ സ്ലിപ്പായി പോയി കേട്ടോ. ഞാനൊന്ന് കുഴിഞ്ഞെടുക്കട്ടെ. അമ്മ കുനിഞ്ഞെടുക്കുമോള്. സൂം ചെയ്ത്. നല്ല ചാൽ. ഈ കൊച്ചുകുണ്ണാലെ കൊണ്ട് തോറ്റല്ലോ. മോളെ മെല്ലെ അങ്കിൾ വന്നോ ഹെൽപ്പ് ചെയ്യാൻ? അങ്ങോട്ട് തെക്കോട്ട് മാറി നോമ്പിക്കുമീരേ. അയ്യോ ഷെയിമായല്ലോ. അയ്യോ, കുരിഞ്ഞിട്ട് നിവരാൻ എന്തൊരു പാട്. അല്ല മോള് കുനിഞ്ഞിട്ട് വായിക്കാൻ കിട്ടൂ? ആണോ? എന്നാ പോയി കുരിഞ്ഞക്കമീരേ. നമ്മളെവിടെയാ വായിച്ചു നിർത്തിയേ? കാരണന്റെ സ്വത്തൊക്കെ നിങ്ങളുടെ അപ്പന്റെ ആധിപത്യത്തിൽ പറഞ്ഞ മോനാണ് കേട്ടോ പണി കൊടുത്തിരിക്കുന്നത്. അതെന്താ മയർ, ഞങ്ങൾ പിന്നെ ഊമ്പടാ മോളെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ലെവനെ തിരിച്ചറിയാൻ രണ്ടടയാളങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താ മോളു അയാൾ കക്കൂസിൽ പോകുമ്പോൾ മലന്നാണ് ഇരിക്കുന്നത്? നിന്റെ മൈരേ, ഒന്ന് അയാൾ ഇടങ്കൈയിലാണോ? ഞങ്ങൾ ഇടങ്കൈ പൊതുവെ മറ്റു പലതിനുമായിട്ടോ യൂസ് ചെയ്യുന്നത്. ആണോ? അമ്മ തൈടത്തെ വായിൽ തിരുകുമോനെ. ഈ പെണ്ണിനെ കൊണ്ട്. പിന്നെ രണ്ട്, അയാൾക്ക് ഇടുപ്പിലായിട്ടൊരു മറകുണ്ട്. ഈ ഇടുത്തോടെ മോള്? ഇടുപ്പോ? കാലിനിടയിൽ. താതാ എല്ലാരും ശ്രദ്ധിച്ചേ, ഇവിടെ ആയിട്ട് കേട്ടോ. എവിടെ? ഒന്ന് മെല്ലെ നോക്കുമായിരുന്നേ, ഞാനിപ്പോ പോറുമല്ലോ. അത് പിന്നെ പാരമ്പര്യമാവുമ്പോൾ. അതായത് നിങ്ങളുടെ കാരണങ്ങളുടെ പാരമ്പര്യം ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. അണ്ണാക്കിൽ തന്നെ അടിച്ചു കിട്ടിയല്ലോ. ഈ പേപ്പർ വീണ്ടും താഴെ പോയല്ലോ. കുനിഞ്ഞെടുക്കുമോളെ. അയ്യോ മോളു, ഈ കുട്ടികളെ നോക്കണ്ട കേട്ടോ, അവരങ്ങനെയാ. മോള് നമുക്കൊന്ന് കിടന്നിട്ട് വന്നാലോ? ഈ തൊള്ളയും കണക്കാണല്ലോ. അയ്യോ മറന്നു, എന്റെ ടൈം ആയി കേട്ടോ. ഞാനൊന്ന് പോയി എന്റെ കുഞ്ഞോട്ടിനൊന്ന് മൂടാക്കിട്ട് വരാൻ. ഈ അവരത് ചൂനിക്കൊണ്ട്. ഇറ്റ്സ് ഓക്കെ ഗൈസ്, ഐ നീഡ് ഓൺലി 5 minutes. മോളെ നീ എത്ര നാളായി ഈ പ്രൊഫഷണൽ? ഒന്ന് ഒലിപ്പിക്കാതെ പോവെങ്കിൽ. വല്ലാത്തൊരു ഫാമിലി തന്നെ.